അസ്സലാമു അലൈക്കും. ആദി ഫാഷന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിപ്പോ കാണിക്കാൻ പോകുന്നത് ഒരു 1500 രൂപയിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് കാണിക്കുന്നത്. ഭയങ്കര സോഫ്റ്റ് മസ്ലിൻ സിൽക്കിൽ വരുന്ന ഒരു മെറ്റീരിയൽ. അതായത് മസ്ലിൻ സിൽക്ക് ആണെങ്കിലും തന്നെ അത് സോഫ്റ്റ് ആണ്, ഭയങ്കര സുഖമായിട്ട് ഇടാൻ പറ്റുന്ന പൊന്തി നിൽക്കുന്ന പാറ്റേണില്ല. തനി മസ്ലിൻ സിൽക്കിൽ വരുന്ന പാറ്റേൺ ഇതിൽ സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആകുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇടാൻ നല്ല സുഖം, നല്ല ഭംഗി ഉണ്ടാവും ഇട്ട് കഴിഞ്ഞാലും. പിന്നെ ഇതിന്റെ കളർ മിക്സ് ഒക്കെ തന്നെ സൂപ്പർ കളേഴ്സ് ആണ് വരുന്നത്. നല്ല രസമുള്ള അല്ലേ, നല്ല ഭംഗിയാണ് ഇതിന്റെ കളേഴ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഒക്കെ ലൈൻ പാറ്റേൺ ആയ കാരണം നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ. നല്ല നല്ല കളേഴ്സ് ആയ കാരണം 1500 രൂപയുള്ളൂ. നല്ല ഭംഗി ഉണ്ടാവുകയും ചെയ്യും. ഒരു 47 ഇതിന്റെ ലെങ്ത് കിട്ടുക. അടിച്ച് കട്ട് ചെയ്ത് വരുമ്പോൾ ഇതിന്റെ 46. വെച്ചാൽ കറക്റ്റ് ക്രോസ് ചെയ്ത പോലെ കട്ട് ചെയ്ത കാര്യം നമുക്ക് ഇതിന്റെ എൻഡ് പിടുത്തം കിട്ടില്ല. അപ്പൊ അതാ പറഞ്ഞത് 46 ഇതിന്റെ ചെയ്യുക. കട്ട് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ഇതിന്റെ ലെങ്ത് വരും. അപ്പൊ അതായത് ഓവർ അടിയിലേക്ക് ചെറിയൊരു വർക്കൊക്കെ കൊടുക്കണമെന്നില്ലേ, അടിയിലേക്ക് ഇങ്ങനത്തെ ഒരു ത്രെഡ് വർക്കിൽ വർക്ക് കൊടുക്കണമെന്ന് എന്ത് ചെയ്യുക, കുറച്ച് മേലേക്ക് കയറ്റില്ല. ഒരു 45 46 ആയാലും തന്നെ പിടിച്ച് ലെങ്ത്തിൽ ഇട്ടിട്ട് അടിച്ചാലും പാന്റ് നമുക്ക് എന്ത് ചെയ്യാം, ആംഗിൾ ലെങ്ത് ഒക്കെ കൊടുത്താൽ ഭയങ്കര രസമാണ്. അത് പാരൽ ടൈപ്പ് കൊടുത്താലും നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് വരുന്നത്, നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ്. അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും വീഡിയോ കാണണം, നമുക്ക് ഉപകാരമുള്ള കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ട ചാനലാണെന്ന് തോന്നിയാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൊണ്ടേ കേട്ടാ. പിന്നെ ഒന്നും കൂടി പറയണം, നിങ്ങൾക്ക് എന്താ പറയാ, നമ്മളിപ്പോ അടിയിൽ കൊടുത്ത വാട്സപ്പ് നമ്പർ ഉണ്ടല്ലോ, ഇപ്പൊ ഈ നമ്പറിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട് നമുക്കൊരു ചാനലിൽ നമുക്ക് ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്ന് ചേരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മെസ്സേജ് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ സെൻഡ് ആക്കി തരാം, ഇതാക്കി തരട്ടാ, ആഡ് ആക്കി തരാം. അപ്പൊ മറക്കണ്ട, നിങ്ങളുടെ ഡീറ്റെയിൽ എന്തെങ്കിലും തരേണ്ടി വരും, ആരാണ് എന്താണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ തരണം. അല്ലെങ്കിൽ നമ്മളെ കുറെ ആൾക്കാർ ഭയങ്കര പ്രശ്നം, കാരണം നമ്മുടെ സ്ത്രീകളെ മാത്രം എന്ത് ചെയ്യണുള്ളൂ വാട്സപ്പ് ഗ്രൂപ്പിൽ എടുക്കണം. അപ്പൊ അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ച് നല്ലോണം ആക്കിയിരുന്നു നമ്മൾ എന്തെങ്കിലും എടുക്കണുള്ളൂ. എല്ലാതും ഇപ്പൊ നമ്മള് മുന്നത്തെ ഗ്രൂപ്പൊക്കെ കുറെ ആൾക്കാർ ഉള്ളവർക്ക് അറിയാം. ഒരു ഇതുവരെ പഠിച്ചവൻ സഹായിച്ച് ഇതുവരെ ഒരു കംപ്ലൈന്റ് ആയിട്ട് നമുക്ക് വന്നിട്ടില്ല. കുറെ ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട്, പല പല ഗ്രൂപ്പിൽ നിന്ന് അങ്ങനെ പെണ്ണുങ്ങളുടെ നമ്പർ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിൽ ഇൻഷാല്ല എന്തായാലും ഇതുപോലെ ഓരോരുത്തരെ വിളിച്ച് ഓരോരുത്തരെ ആരാണ് എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിഞ്ഞ് അതിന്റെ ഫുൾ ഡീറ്റെയിൽ കിട്ടിയിട്ടല്ലാതെ ഒരാളെ ഞാൻ എന്ത് ചെയ്യില്ല, ചേർക്കയില്ല. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ അങ്ങനെ അങ്ങനെ തൃപ്തിയുള്ളത് മാത്രം മതി, എന്റെ ഗ്രൂപ്പിൽ അങ്ങനെ മതി എന്നാ ഞാൻ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും വേണമെന്നില്ല. അപ്പൊ ഇൻഷാല്ല മറക്കണ്ട, നല്ല രസമായിട്ട് നല്ല അടിപൊളിയായിട്ട് വസ്ത്രമൊക്കെ മേടിച്ച് അതൊക്കെ അടിച്ച് അതൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സമൂഹത്തിൽ നടക്കുക നല്ല ഉഷാറായിട്ട്. ഓക്കെ, മറക്കണ്ട കേട്ടോ. അപ്പം നോക്കാം, നമുക്ക് 1500 രൂപയുടെ ഫസ്റ്റത്തെ പീസ് നമുക്ക് എന്ത് ചെയ്യാം നോക്കി നോക്കാം. ലൈറ്റ് പീച്ചും ഭയങ്കര രസമുള്ള കളർ മിക്സിംഗ് ആണ് ഇതിന്റെ ഇതിലുള്ളത് വരുന്നത് കേട്ടാ. ഇത് ആർക്കും ഇടാൻ പറ്റുന്ന കളർ ഇതാണ് കേട്ടോ വരുന്നത്. ചില ആൾക്കാർക്ക് ഇന്ന കളർ ഇട്ടാ ഭംഗി ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്ന കുറെ ആൾക്കാരുണ്ട്. ഇല്ലാന്ന് ഞാൻ പറയുന്നുണ്ട്. ചിലർക്ക് മഞ്ഞ പറ്റില്ല, പിങ്ക് പറ്റില്ല, അതൊക്കെ. പക്ഷെ ആർക്കും ഇടാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ഇതിൽ വരുന്നുണ്ടല്ലേ. അടിയിൽ കൊടുത്തിട്ടുള്ള വർക്ക് കണ്ടില്ല ഞങ്ങള്, ഇതാണ് ഇപ്പൊ അടിയിൽ കൊടുത്തിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത്. ബാക്കി ഇതാ വേണ്ടാ, സൂപ്പർ സാധനം. സൂപ്പർ എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പർ പീസാണ്. ഇതിന്റെ മോഡലുകൾ വരുന്നത് ഭയങ്കര രസമാണ് കാണാൻ, നല്ല സുഖമുള്ള മെറ്റീരിയലാണ്. നമ്മൾ ആദ്യം ഇതിന്റെ മുന്നേ പല ടൈപ്പ് മെറ്റീരിയൽ നമ്മൾ ഇതിന്റെ പല പല പ്രിന്റഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലോണം അത്യാവശ്യം പോയ പാറ്റേൺ തന്നെയാണ്. ഇതിന്റെ പുതിയ പുതിയ മോഡലുകൾ വരുന്നത് മാത്രം. ഇതിന്റെ ഒരു ഡാർക്ക് പീച്ചാണ് ഇതിലുള്ളത്. ഇതില് ബോട്ടം കൊടുത്തിട്ടുള്ളത്. ബോട്ടം എപ്പോഴും എന്ത് ചെയ്യാ, ഒന്ന് അടിക്കാൻ കൊടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യാന്ന് പറയും, ഒന്ന് വാഷ് ചെയ്യുക. വാഷ് ചെയ്യുന്ന വെച്ചാൽ സോപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് അടിച്ച് താമരത്തൊന്നും വേണ്ട, സാധാ വെള്ളത്തിൽ രാത്രി മേടിച്ച കൊണ്ടുപോയി ഉടനെ ഒന്ന് ഇട്ടേക്കുക. ഒരു മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞാലോ അല്ലെങ്കിൽ രാവിലെ രാത്രി ഇട്ടുവെച്ചാൽ രാവിലെ ആണെങ്കിൽ ഒന്ന് കറങ്ങിയിട്ട് ഒന്ന് തോരിട്ടാൽ മതി. ചമ്പളത്തിന് ഉണങ്ങി കിട്ടും. അപ്പൊ വീടിന്റെ പണിയൊക്കെ കഴിയുമ്പോഴത്തേന് എന്ത് ചെയ്യാ, ഉണങ്ങി കിട്ടിയിട്ടുണ്ടാവും. ആ സാധനം നേരെ എടുക്കുക, ഒന്ന് മടക്കുക, നേരെ കൊണ്ടുപോയിട്ട് അടിക്കാം. വൈകുന്നേരം ആകുമ്പോഴത്തേന് അടിക്കാൻ കൊണ്ട് കൊടുക്കുക. പിറ്റേ ദിവസം സാധനം അടിച്ച് കിട്ടും. അപ്പൊ അവരെന്ത് ചെയ്യും, ഒന്ന് ഒതുങ്ങി കിട്ടും. ഇതിന്റെ ഗമ്മൊക്കെ പോയി കിട്ടും. അപ്പൊ സാധാരണ ലെവലിലുള്ള പാന്റ് ആവുകയും ചെയ്യും. ഇത് മറ്റേത് ആ ഗമ്മ നിൽക്കുന്ന തോറും എന്താണെന്നറിയോ, നമ്മൾ ആ അളവിന് കൊണ്ടുപോയി അടിച്ചിട്ട് പാന്റ് ഇട്ട് കല്യാണത്തിന് ഇട്ട് നമ്മൾ അളവ് കറക്റ്റായി സെറ്റായി. കല്യാണം കഴിഞ്ഞ് നമ്മളൊന്ന് അലക്കാൻ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഗമ്മ് പോയ സാധനം എന്ത് ചെയ്യും, ഒന്നുകൊണ്ട് കയറി പിടിക്കും. പിന്നെ നമുക്ക് പാന്റ് കയറില്ല. അപ്പൊ അതിന് വേറെ സെപ്പറേറ്റ് പാന്റ് എടുക്കണേന് അതെല്ലാം പറഞ്ഞു തരണം. മെറിറ്റ്സും ഡിമെറിറ്റ്സും പറഞ്ഞു തരണല്ലോ, അതുകൊണ്ട് പറഞ്ഞു തരണം. എന്റെ മക്കളെ ഒന്നും വിചാരിക്കണ്ട. അതാ കിട്ടിയില്ല സാധനം. ഷോൾ ഇതാണ് ഷോള് വരിക, അതല്ലേ. ഇതാണ് മോഡൽ വരിക. ഒരു രക്ഷയില്ലാത്ത മോഡൽ തന്നെ, ഒരു രക്ഷയില്ലാത്ത സാധനങ്ങളാണ്. സിമ്പിൾ ആണ്. വെറും 1500 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ. സൂപ്പർ പീസാണ് വരിക, നല്ല ഭംഗി ഉണ്ടാവുകയും ചെയ്യും. അടുത്ത വരുന്നത് ഒരു ലാവൻഡർ കളറാണ് വരുന്നത്. മെയിൻ കളർ ലാവൻഡർ ആണ്. അതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കളേഴ്സ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ലാവൻഡറും പീച്ചും ഓണിയൻ പിങ്കും എല്ലാം ഉണ്ട്. ഓഫ് വൈറ്റും ക്രീമും ഐവറി കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഐവറി എല്ലാം ഉണ്ട്. എല്ലാ കളറും ഇത് തന്നെ നമ്മള് മിക്സ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, കളർ നല്ല വൃത്തിയുള്ള പാറ്റേൺ ആണ്.
ഇതാ ലാവൻഡർ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, അതിന്റെ ബോട്ടം കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, സുഖമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവുകയും ചെയ്യും. പെരുന്നാൾക്കൊക്കെ നല്ല സുഖമായിട്ട് അടിച്ചിട്ടാൽ നല്ല വൃത്തിയായിട്ട് കാണാനൊക്കെ. നമുക്ക് നോമ്പറക്കലൊക്കെ ഉള്ളതാണ്, ഇപ്പൊ ഒരുപാട് നോമ്പറപ്പിക്കലൊക്കെ ഉള്ളതാണ്. അപ്പൊ അവർക്കൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനത്തെ ഇട്ട് പോയാൽ മതി. സിമ്പിൾ പ്രൈസ് ഉള്ളൂ, അതൊക്കെ ഇട്ടാൽ മതി. നമ്മുടെ കയ്യിൽ നോമ്പറക്കാൻ പോകുമ്പോൾ എന്തിന്റെ ആവശ്യമില്ല, വലിയ വർക്കുള്ളത് അതൊന്നും ഇടേണ്ട ആവശ്യമില്ല. സിമ്പിൾ സാധനം. എത്രത്തോളം നമ്മൾ നോമ്പിന്റെ കാലത്തൊക്കെ എത്രത്തോളം നമ്മൾ സോഫ്റ്റ് ആവുന്നോ അത്രത്തോളം നമ്മൾ പ്രഷ്യസ് ആവുകയും ചെയ്യുക, പ്യൂർ ആവുകയും ചെയ്യുക. ഓക്കെ, ഇൻഷാല്ലാ നല്ല ഭംഗിയുള്ള പീസുകൾ കിട്ടാം. ഇനിയിപ്പോൾ ആൾക്കാരൊക്കെ എടുത്തു കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിലൊക്കെ എടുത്തു കൊടുക്കും. നമ്മളിപ്പോൾ നിങ്ങളിപ്പോൾ ചില ആൾക്കാർക്ക് എടുത്തു കൊടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും, അതായത് പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ എടുത്തു കൊടുക്കാൻ. നിങ്ങൾ വിളിച്ചാൽ മതി, എന്റെ നമ്പർ അടിയിലുണ്ടല്ലോ, ഈ അടിയത്തെ നമ്പറിൽ എന്ത് ചെയ്ത് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ കൊടുക്കുന്നതാണ്. ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്നത്, നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്നതല്ല, നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കുക വേണമല്ലോ. എത്രയോ പാവപ്പെട്ട ആൾക്കാരുണ്ട്. നമ്മളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കാണുന്നൊക്കെ, നമ്മളൊക്കെ ബുദ്ധിമുട്ടൊന്നും ഒന്നല്ല. അത് നമ്മൾ പലസ്തീനിലൊക്കെ അത് വീഡിയോ കാണുമ്പോഴും അവിടുത്തെ കുഞ്ഞുമക്കളും അവിടുത്തെ വിശപ്പിന്റെ അറ്റം അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം. എപ്പോഴും നമ്മൾ പ്രാർത്ഥനയിലൊക്കെ അവരൊക്കെ ഒന്ന് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മുടെ സന്തോഷത്തിന്റെ ഇടയിൽ എന്തെങ്കിലും ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം ചിന്തിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ എപ്പോഴും വരുത്താൻ നോക്കുക. എപ്പോഴും അവരുടെ കാര്യം ഫസ്റ്റ് പറയാൻ ശ്രമിക്കുക. നമ്മുടെ കാര്യം പറയുന്നതിന് മുമ്പ് അവരുടെ കാര്യം പറയാൻ ശ്രമിക്കുക. അപ്പോൾ ആ പ്രാർത്ഥനയിലൊക്കെ സ്വീകാര്യത ഉണ്ടാവുള്ളൂ കേട്ടോ. പറഞ്ഞ അറിയുന്ന കാര്യം പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇതിപ്പോ ഞാൻ ഷിഹാബ് പറഞ്ഞല്ലോ, ഷിഹാബ് ചോറ്റൂരിൽ നിന്നൊന്നും നോമ്പായിട്ട് ആളെ കുറിച്ച് പറയരുതെന്ന് വിചാരിച്ച ഒരാളാണ് ഞാൻ പറയണേ. എന്തായാലും ഇൻഷാല്ലാ അവനായി അവന്റെ പാടായി. അതുപോലെ തന്നെ നമ്മൾക്ക് അറിയുന്ന ഒരു കാര്യം സിമ്പിളായിട്ട് പറഞ്ഞു തരുന്നുള്ളൂ കേട്ടോ, മറക്കണ്ട മക്കളെ. അപ്പൊ അതിനനുസരിച്ച് നിൽക്കുക. നല്ല രസമുള്ള അടിപൊളി ക്വാളിറ്റി മെറ്റീരിയൽ ക്വാളിറ്റി ആയിരിക്കും. നല്ല രസമുള്ള സൂപ്പർ സാധനമാണ്, സൂപ്പർ പീസാണ് വരുന്നത് കേട്ടോ. ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തോ, സുഖമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇടാനും പറ്റും. അയ്യോ അടുത്ത ഇതാ ഒരു യെല്ലോ കളറും ഒരു ബ്ലൂ പാറ്റേണിലൊക്കെ കൊടുത്തിട്ടുള്ള പീകോക്കിന്റെ ഒക്കെ ബ്ലൂ ഇല്ലേ, അതിലൊരു ലൈറ്റ് പാറ്റേണൊക്കെ കൊടുത്തിട്ടുള്ളതാണ് മെറ്റീരിയൽ വരുന്നത്. അത്യാവശ്യം ലെങ്ത് കിട്ടാ ഈ മെറ്റീരിയല്. ഇത് 46 കേട്ടോ മക്കളെ, 48 ലെങ്ത്തിന്റെ ഈ സാധനം. ഭയങ്കര ലെങ്ത്തിന്റെ ഈ മെറ്റീരിയൽ. മറ്റേതൊക്കെ അത് രണ്ടും കറക്റ്റ് 46 ഉള്ളൂ കേട്ടോ. ഇത് 48 ലെങ്ത്. ഇത് ഭയങ്കര ലെങ്ത് ഈ സാധനം. സൂപ്പർ, ഭയങ്കര രസമാണ്. അതൊക്കെ അടിച്ചിട്ടിട്ട് വരുമ്പോൾ കാരണം എന്താ അറിയോ, വേറെ പ്രത്യേകത പറഞ്ഞാല് ഇതിന്റെ ലൈൻ ടൈപ്പ് ഇങ്ങനെ അടിയിക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തിട്ടില്ല, തടി തോന്നിക്കൂല. ആർക്ക് ഇട്ടാലും അധികം തടി തോന്നിക്കൂല. അപ്പൊ നമ്മള് ഇപ്പൊ ഞാനൊക്കെ നല്ല തടിയില്ലേ, നല്ല തടിയുണ്ട്. നിങ്ങൾ ക്യാമറയിൽ കാണുമ്പോ എന്താണെന്ന് അറിയില്ല, പൊതുവെ എന്നെ കാണുമ്പോ ഭയങ്കര തടിയാണ്. പക്ഷെ ചില ഷർട്ടുകൾ ഞാൻ ഇടുമ്പോ കടയിലൊക്കെ പറഞ്ഞ പറയും ഇത് കുഴപ്പമില്ല, അത് വൃത്തിയുണ്ടല്ലോ, തടി വല്ലാണ്ട് ഫീൽ ചെയ്യിക്കണില്ല. പക്ഷെ നമുക്ക് ഇങ്ങനത്തെ ഷർട്ട് ഇട്ടാ പോരാൻ ചോദിക്കും, ഇഷ്ടമല്ല നമുക്ക് എന്ത് ഇടണം എന്നുള്ള ഇടാ. അപ്പൊ നമ്മൾ അതിന്റെ ഇടയില്ല. അപ്പൊ അങ്ങനെ ഷർട്ട് അപ്പൊ മനസ്സിലുണ്ടാവും ഇങ്ങനെ തന്നെ എടുക്കണം നീ. അതാണ് ചിലവർ കാണുന്നവർക്കാണ് മനസ്സിലാവുക, തടി കുറഞ്ഞിട്ടുള്ള ആള് തോന്നുമ്പോ അത് ഇങ്ങനത്തെ കിട്ടുകഴിഞ്ഞാൽ നല്ല അരി തടി കുറഞ്ഞ് തോന്നിക്കും. അതായത് നമ്മളൊന്നും മെലിഞ്ഞൊട്ടു എന്നല്ല അതിന്റെ അർത്ഥം. എപ്പോഴും കാണുന്നേക്കാട്ടൊരു വൃത്തി കിട്ടും, ഭംഗി കിട്ടും എന്ന് അർത്ഥം. മനസ്സിലായ? ഇങ്ങനത്തെ കിട്ടുകഴിഞ്ഞാൽ ഒരു ഭംഗി, നല്ല വൃത്തി കിട്ടും. ഭയങ്കര മെലിഞ്ഞ ആൾക്കാർ ഇട്ടഞ്ഞ് മെലിയൊന്നും ഇല്ലട്ടാ. അത് വിചാരിച്ചിട്ട് നിങ്ങൾ കണ്ടിരിക്കണം ചില ഞാൻ ഏതായാലും മെലിഞ്ഞ മെലിഞ്ഞ അങ്ങനൊന്നും മെലിയില്ല. ഇതാ ബോട്ടം ഇതാണ് വരിക. നല്ല ഷോള് വരും. ഷോളൊക്കെ സൂപ്പറാണോ, ഭയങ്കര രസമുള്ള ഷോളാണ് വരിക. അതാ നല്ല നല്ല പുതിയ കളക്ഷൻസുകളാണ് നമ്മൾ എപ്പോഴും എന്നും കാണിക്കണത്. അങ്ങനെ തന്നെയാണ്, നല്ല രസമുള്ള സാധനങ്ങളാണ് കാണിക്കുന്നത് കേട്ടാ. കണ്ടാ ധൈര്യമായിട്ട് എന്ത് ചെയ്യോ, പർച്ചേസ് ചെയ്ത മക്കളെ സുന്ദരമായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇടാൻ പറ്റും. നല്ല വെറൈറ്റി സാധനമാണ് ഇത്. വേറെ നമ്മൾ ആദ്യം കാണിച്ചില്ല ഒരു പീച്ചൊക്കെ, അതിൽ വേറെ വരുന്ന പാറ്റേൺ, ഓറഞ്ച് യെല്ലോ ഒക്കെ മിക്സ് ചെയ്തിട്ട് വരുന്നത്. നോക്കാം എന്റെ ഫ്രണ്ട് പോർഷനോട് കിട്ടണില്ല. അത്രയും സുഖം, അത്രയും ഭംഗിയുള്ള പാറ്റേൺ. അതാ കണ്ട കളർ നോക്കിയോ നിങ്ങള്, ഒരു രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത കളേഴ്സ് കേട്ടോ. അടിപൊളി പീസ്, നല്ല ഭംഗിയുള്ള വെറൈറ്റി ടൈപ്പ് മോഡലാണ് ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. കിട്ടിലം പീസുകൾ. ഇതാണ് എന്റെ ബോട്ടം വരുന്നത്. ഇത് ഷോള് വരുന്നത്. ഇതാണ് ചെയ്തിട്ടുള്ളത് അതിന്റെ ഷോള് വരുന്നത്.
ലൈറ്റ് യെല്ലോ മിക്സ്, അതിൽ ചെറിയ ഫ്ലവർ ഒക്കെ കൊടുത്ത് എൻഡിൽ നമ്മൾ ഇതിമ കൊടുത്തിട്ടുള്ള അതേ ലൈൻ ടൈപ്പ് 4 സൈഡിൽ ഇതിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടാ നല്ല ഭംഗിയിൽ 1500 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ. മറക്കണ്ട, സുഖമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടിച്ചിടാൻ പറ്റും. ഇത് ഒരു ലൈറ്റ് ഗ്രേ കളറും പീച്ചും ഓഫ് വൈറ്റ് മാത്രം, ഓഫ് അല്ല ക്രീം ഷെയ്ഡ് മാത്രമുള്ള എന്തിട്ടുള്ളത് ഇതിൽ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ എന്താ ഇതൊക്കെ 46 ലെങ്ത് വരുന്നത്. 46 ആണ് ഇതിന്റെ ലെങ്ത് ഒക്കെ വരിക. നല്ല അത്യാവശ്യം വീതി ഉണ്ട് കേട്ടോ. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു 3/4 സ്ലീവ് അടിക്കും. ഫുൾ സ്ലീവ് അടിക്കാം വെച്ചാല്, ഫുൾ സ്ലീവ് അടിച്ചാലും 3/4 അടിച്ചാലും ഇതിന്റെ ഭംഗിയിട്ട്. ഫുൾ സ്ലീവ് അടിച്ചോണ്ട് കുഴപ്പമൊന്നുമില്ല. 3/4 അടിച്ചാൽ ഭയങ്കര ലുക്കായിരിക്കും, അടിപൊളിയായിരിക്കും. ഞാൻ ഫുൾ സ്ലീവ് ഇടുന്ന ആളാണോ, ഒരു കുഴപ്പമില്ല. ഫുൾ സ്ലീവ് അടിച്ചോ, 3/4 ആണോ, ബെറ്റർ ആണ്, നല്ല രസം നമുക്ക് കാണാൻ. ഓക്കെ, ഫുൾ സ്ലീവ് അടിച്ചോണ്ട് വേറെ ബുദ്ധിമുട്ടില്ലാന്ന് അർത്ഥം. ഭയങ്കര ചെറുതാക്കിയാലോ വലിയ വൃത്തി ഉണ്ടാവില്ല. കുറച്ച് ലൈൻ, കാരണം ലൈൻ ടൈപ്പ് ആകുമ്പോൾ കുറച്ച് ലെങ്ത് വേണം കൈക്ക്. ഈ ഒരു മുട്ടിന്റെ അടിക്കെങ്കിലും ഇതെപ്പോഴും വരെ നിൽക്കണം. 7 സ്ലീവ് ആയിട്ടെങ്കിലും വന്ന് കെടുക്കണം, എന്നാലും അതിന്റെ ഒരു ഭംഗി കിട്ടും. കണ്ടില്ലേ, സെറ്റ് സാധനങ്ങളാ, ഒരു രക്ഷയില്ലാത്ത പാറ്റേണാണ് നമ്മൾ കൊടുത്തിട്ടുള്ളതാ. അതിന്റെ ബോട്ടാണ് വരുന്നത്. ബോട്ടൊക്കെ കണ്ടില്ലേ, രക്ഷയില്ലാത്ത ബോട്ടം വരുന്നത്. ഷോൾ ഇത് വരുന്നത്, ഷോളൊക്കെ മാരകമായിട്ട് ഷോളാണ്. എന്താ ഷോൾ ഉണ്ടല്ലേ, കിഡിലാൻ ഷോളാണ്, നല്ല ഭംഗിയാണ്, സിമ്പിൾ ആണ്. അത് ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നോമ്പിനൊക്കെ വല്ല നോമ്പറപ്പിക്കൽ പോവുക, ചെറിയൊരു എൻഗേജ്മെന്റിന് പോവുക, അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. ഇപ്പോഴത്താണ് ഞാൻ പറഞ്ഞ നോമ്പിന്റെ കേട്ടോ. എൻഗേജ്മെന്റ് പറഞ്ഞത് കഴിഞ്ഞിട്ടുള്ളതാണ്. എൻഗേജ്മെന്റിന് പോകാനോ ബർത്ത്ഡേ പാർട്ടിക്ക് പോകാനോ അങ്ങനെ സിമ്പിൾ പരിപാടികൾ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ പറ്റും. ഇപ്പൊ നോമ്പറപ്പിക്കലിനൊക്കെ പോകാനൊക്കെ പറ്റിയ അടിപൊളി സാധനം. ഇടുമ്പോ ചെന്ന് തന്നെ എല്ലാവരും ഒരു ഇത് തോന്നും. എന്താ പറയാ, ചില ആൾക്കാർ പറയുന്നത് സ്കെച്ചിലേക്ക് നല്ല ഈമാനുണ്ട്, നല്ല ഈമാന്റെ ഒരു വെളിച്ചെണ്ണ അറിയില്ലേ, അതേപോലത്തെ ഒരു ഫീൽ കിട്ടും. ഭയങ്കര സുഖമായിട്ട് നമുക്ക് നമ്മളൊരു ഫ്രഷ് ആയിരിക്കും എപ്പോഴും. ആ ഒരു പാറ്റേണിലാണ് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് വരുമ്പോൾ. ഞാൻ എടുക്കാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങളിത് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ആവുള്ളൂ, അല്ലാണ്ട് വേറെ ഇല്ല ഇതിൽ. അത്രയും കുറെ ആൾക്കാർ ഇവിടുന്ന് നമ്മളോട് വായിലെ വെള്ളം വറ്റിച്ചിട്ടാണ് ചില ആൾക്കാർ ഡ്രസ്സ് എടുക്കുക. നല്ല കസ്റ്റമേഴ്സ് ആയിരിക്കും നമ്മളെ വെച്ചാല് ഇവിടെ വരുന്ന ചില കസ്റ്റമേഴ്സ് എന്താ ഇങ്ങനെ ഇവരോട് സംസാരിക്കണം ഭയങ്കര ഇതായിട്ട്, അവന്റെ ആരെങ്കിലും ആണെന്നൊക്കെ ചോദിക്കും. പിന്നെ ഞാൻ എന്നോട് ചിലർ ചോദിക്കും, ചിലരോട് ഞാൻ സംസാരിക്കുമ്പോൾ അവരോട് ചോദിക്കും അവന്റെ ആരെങ്കിലും ആണോ ചോദിക്കും. അല്ല, അവിടുത്തെ കസ്റ്റമറാണ്, അവന്റെ അറിയില്ല, അവിടെ സ്ഥിരമായിട്ട് വരുന്നതാണ്. ഇവിടെ അങ്ങനെയാണ്, ഫാമിലി പോലെ. നമ്മുടെ ഷോപ്പിൽ പക്കാ ഫാമിലി പോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതൊക്കെ ഭയങ്കര രസമുള്ള സംഭവം. അതാണ് ഞാൻ പറഞ്ഞത്, കളങ്കല്ലാണ്ടാവുമ്പോ എന്താ അറിയോ, ഭയങ്കര പ്യൂറായിരിക്കും എന്നല്ലേ. അതാണ് നമ്മളെ പ്രത്യേകത. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ട് വേണ്ട വേണ്ടെന്ന് പറഞ്ഞ സാധനം ഞാൻ ഇടിപ്പിച്ച് കൊണ്ടുപോയിട്ട് ആക്കിയിട്ട് പറയും. എല്ലാവർക്കും ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടം. കാരണം അവരെ പിന്നെയും പിന്നെ എന്താ ഇങ്ങോട്ട് വരാൻ നമുക്കറിയാം. ചില ആൾക്കാർ ഈ ഓരോരുത്തരും നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ അറിയാം, അത് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ മുപ്പത്തിരക്ക്, അതെന്തായാലും നല്ല ഭംഗി ഉണ്ടാവും എന്നുള്ള നമുക്ക് വ്യക്തമായിട്ട് അറിയണമെന്നാണ് നമ്മൾ പറയണത്. ചിലവർ പിന്നെ എനിക്കിഷ്ടമായില്ല, ഞാൻ പറഞ്ഞെടുത്ത് തന്നാൽ മതി, ഒക്കെ മലയാളി എന്നുള്ള ലെവലില് ആ ലെവലിൽ നിൽക്കുള്ളൂ. ഇതാ ഇതൊരു ചിക്കു മിക്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. യെല്ലോ കളർ ചിക്കു മിക്സ് ഒക്കെ കൂടി കൊടുത്തിട്ടുള്ളതാണ്. ചിക്കു കളറാണ് ചെയ്തിട്ടുള്ളത്. ബോട്ടം കൊടുത്തിട്ടുള്ളത്, ഷോള് കൊടുത്തിട്ടുള്ളത് യെല്ലോ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ, യെല്ലോ കളറിൽ. അത് ഭയങ്കര ലൈറ്റ് യെല്ലോ അല്ല, ഭയങ്കര ലൈറ്റ് ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത്. കണ്ടില്ല, രക്ഷയില്ലാന്നൊക്കെ പറഞ്ഞാല് ഭയങ്കര ഭംഗിയുള്ള പീസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ള പീസ് ഇട്ടാ രസല്ലേ. അപ്പൊ ഇൻഷാല്ല ഇന്നിപ്പോ ഞാൻ ഇത്രയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ മനസ്സിലായില്ലേ, 1500 രൂപയാണ് പ്രൈസ് വരുന്നത്. ഒരു 46 ഇതിന്റെ ലെങ്ത് ഉണ്ട്. ചിലത് 48 കിട്ടുന്നുണ്ട് മാത്രം കേട്ടാ, ചിലതാണ് കിട്ടുന്നുള്ളൂ. എന്നാലും നമ്മള് 46 ഇട്ട് അടിച്ചാൽ മതി. അതാണ് അതിന്റെ ഒരു ഭംഗി രസം ഉണ്ടാവുക. അതാണ്. അപ്പൊ എന്തായാലും മറക്കണ്ട, ഇൻഷാല്ല വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും എന്തൊക്കെ മോഡൽസ് ആണ് വേണ്ടത്, ഏതൊക്കെ തരത്തിലുള്ളതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാം. ഇനിയിപ്പോ എന്തായാലും ഇൻഷാല്ല നാളെ എന്ത് ചെയ്യാം, നമുക്ക് നാളെ മുതൽ നമുക്കൊരു 3 വീഡിയോ ആക്കാൻ ശ്രമിക്കാം. കാരണം എന്താ വെച്ചാൽ എന്താ അറിയാം, നോമ്പൊക്കെയാണ്, ഒരുപാട് ഇപ്പൊ റെഡിമെയ്ഡ് ഉണ്ട്, മെറ്റീരിയൽ ഉണ്ട്, ടോപ്പ് ഉണ്ട്. ഇങ്ങനെ 3 സെക്ഷൻ എന്ത് ചെയ്യാം, ഡെയിലി നമുക്ക് അങ്ങനെ വീഡിയോ ഇടാം. ആദ്യം നമുക്ക് റെഡിമെയ്ഡ് കാണിക്കാം, പിന്നെ ഉച്ചക്കത്തെ വീഡിയോയിൽ നമുക്ക് മെറ്റീരിയൽ കാണിക്കാം, വൈകിട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ടോപ്പുകൾ കാണിക്കാം. അപ്പൊ കുട്ടികളുടേതോ കുട്ടികൾക്കോ എല്ലാവർക്കും ഇടാനും പറ്റുന്ന പാറ്റേണിൽ വരുന്ന ടോപ്പുകൾ. ഇപ്പൊ കോട്ട് സെറ്റ് ഒക്കെ
പക്കാ വെറൈറ്റി സാധനങ്ങൾ നമ്മൾ ഇറക്കിയത്. പെരുന്നാൾക്കാർ സ്പെഷ്യലായിട്ട് ഇറക്കി വെച്ച് കൊടുത്ത സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ കോഡ്സെറ്റ് ഇവിടെ തീർന്നപ്പോൾ നമ്മൾ ഇവിടെ ഇറക്കിയതാണ് ആ സാധനങ്ങൾ. വെറും 1200 1300 രൂപ വരുന്ന സാധനങ്ങൾ ഉണ്ടായിരുന്നു. 2000 രൂപ വരുന്നുണ്ട് ജീൻസിന്റെ ഒക്കെ. അതെല്ലാം കഴിഞ്ഞതാണ്. ഇൻഷാല്ല ഇനിയും കോഡ്സെറ്റുകളൊക്കെ വെറൈറ്റി കളക്ഷൻസുകൾ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും എല്ലാ പാറ്റേണുകളും നമുക്ക് ചെയ്യാം. നമുക്ക് ഇനി ഇങ്ങോട്ട് ഡെയിലി ആക്കാനുള്ള പ്ലാനുകൾ ഇൻഷാല്ല. അപ്പൊ കൂടെ ഉണ്ടാവുക പ്രാർത്ഥനയിൽ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇൻഷാല്ല. ദുആയിൽ ഉൾപ്പെടുത്തുക. ദുആ മറക്കരുത് ഇൻഷാല്ലാ. ഓക്കെ. പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അറിയാലോ എന്താണ് ചെയ്യുന്നത്. സ്ക്രീൻഷോട്ട് എടുക്കുക. ഏതാണ് ഇഷ്ടപ്പെട്ടത് പീസ് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ അയച്ചാൽ നമ്മൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, കൊറിയർ ആയിട്ട് ചെയ്ത് തരുത്. ഓക്കെ, മറക്കണ്ട. അപ്പൊ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ.